ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ 50 നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. 1 രാജാക്കന്മാര് 9-ാം അധ്യായം 10-ാം തിരുവചനം. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇന്ന് നമ്മളോടും ഈശോ ചോദിക്കുകയാണ്, നീ അവിടെ എന്ത് ചെയ്യുന്നു? എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരം? ഈ ഏലിയ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കുമോ? കർത്താവേ, അങ്ങേ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജ്വലനം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കണം. കൊടിയ വരൾച്ച മാറുന്നതിനായി എലിയ പ്രാർത്ഥിക്കുമ്പോൾ എലിയായുടെ പ്രാർത്ഥന കൊണ്ട് ആ വരൾച്ച മാറുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 115-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പുറപ്പാട് 2-ാം അധ്യായം 23-ാം തിരുവചനം. അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവ സന്നിധിയിലെത്തി. അതെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളി തീർച്ചയായും ദൈവ സന്നിധിയിലെത്തും. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. ജോബിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. സൂസന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇവരെ പോലെ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം ലഭിക്കും. ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്ത നിയോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നിരാശയോടെ കരഞ്ഞു തളരുന്ന മക്കളാണ് നമ്മളെങ്കിൽ, നിങ്ങളും കണ്ണുകൾ ഉയർത്തുക ദൈവസന്നിധിയിലേക്ക്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരു ഉത്തരം ലഭിക്കും. ഹബക്കുക്ക് 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാദികളെ കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അതെ, നമുക്കും ഈ നോമ്പുകാലത്ത് നമ്മുടെ ഈശോയുടെ മുന്നിൽ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യാശയുടെ കാത്തിരിപ്പിന്റെ ഒരനുഭവമുണ്ട്. ദൈവം പ്രസാദിക്കുന്ന നാളുകളായിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കണം. നിരന്തരം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിശുദ്ധ ലൂക്ക 11-ാം അധ്യായം 9-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതെ, മടിയില്ലാതെ ദൈവത്തെ തേടണം. അവിടുത്തെ തിരുമുൻപിൽ മുട്ടിക്കൊണ്ടേയിരിക്കണം. ത്യാഗത്തോടെ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ കുരിശിൻ ചുവട്ടിലെ 4 വ്യക്തികളുണ്ട്. പടയാളികൾ, കാഴ്ച കാണാൻ വന്ന ജനക്കൂട്ടം, പത്രോസ്ലിഹ, കുരിശിന്റെ അകലെയായി മാറി നിൽക്കുന്ന കുറച്ചു വ്യക്തികള്. ഇവർക്കൊന്നും മറുപടി കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്നവരാകാതെ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ, സ്നേഹത്തോടെ, കൂട്ടായ്മയോടെ തമ്പുരാന്റെ മുൻപിലായിരിക്കണം. വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 27-ാം തിരുവചനം. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ യോഹന്നാൻ. ഈശോ ഇവരോട് സംസാരിക്കുന്നുണ്ട്. മകന്റെ കുരിശിലെ വേദന ഹൃദയത്തിലെത്തെടുത്ത് പരിഭവമില്ലാതെ എളിമയോടെ നിൽക്കുന്ന ഒരമ്മ. പ്രാണസ്നേഹിതന്റെ വേദന ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന നല്ല ഒരു സുഹൃത്ത് യോഹന്നാൻ സ്ലീഹ. ഇവരോടാണ് ഈശോ സംസാരിക്കുന്നത്. യോഹന്നാൻ സ്ലീഹായെ നോക്കി ഈശോ പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. അതെ, ആ യോഹന്നാൻ സ്ലീഹായിലൂടെ സ്വന്തം അമ്മയെ ലോകത്തിന് സമ്മാനമായി നൽകുകയാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹയാത്രികയായി അമ്മ വരികയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ, ചങ്കുപറിച്ച് വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് വളരെ അനുഗ്രഹപ്രദമാകും. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ അർത്ഥപൂർണമാകും. വിശുദ്ധ ഡൊമിനിക്ക് പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു വാചകമുണ്ട്: വാളിനേക്കാൾ ഉപരിയായി പ്രാർത്ഥന ആയുധമാക്കുക, നല്ല വസ്ത്രത്തിന് ഉപരിയായി വിനയം ധരിക്കുക. അതേ സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമുക്കും വാളിനേക്കാൾ ഉപരിയായി പ്രാർത്ഥന ആയുധമാക്കാം. വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.